ഹൈന്ദവൻ ഗാർഡനിലേക്ക് സ്വാഗതം. ഈ പ്രകൃതി നിരവധി സസ്യങ്ങളാൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു പറയാറുണ്ട് അല്ലേ? അതിൽ അന്യം നിന്ന് പോകുന്ന ഒരുപാട് സസ്യങ്ങളുണ്ട്. അതിൽ നമ്മുടെ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പൂർവ്വരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കുഞ്ഞു ചെടിയുണ്ട്, പൂച്ചക്കുരു. പൂച്ചക്കുരു കൊണ്ട് മാല കോർത്ത് സ്കൂളിൽ പോയിരുന്നൊരു കാലഘട്ടം നമ്മളുടെ അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇതാണ് ആ പൂച്ചക്കുരു. ജോബിൻ്റെ കണ്ണുനീർ ചെടി, കണ്ണീർ പുല്ല് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് എങ്കിലും കോയിറ്റ്സ് ലാക്രിമ-ജോബി എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഗോതമ്പ്, കൊണ്ടമാല ചെടി, അങ്ങനെ പല പേരുകളിൽ ഗവധുകം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പൂച്ചക്കുരുമാലയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഔഷധ സസ്യമാണ്, ഒപ്പം തന്നെ അലങ്കാര സസ്യം കൂടിയാണ്. പൂച്ചക്കുരു എന്ന് പറയുമ്പോൾ ശരിക്കും ഓർമ്മ വരിക പോയ ബാല്യത്തിൻ കൈകളാൽ ഇഷ്ടകഴുത്തിന് അലങ്കാരമായി ആടിയും പാടിയും പൂച്ചക്കുരു മാലകൾ ഉണ്ടാക്കുന്ന കാലമുണ്ടായിരുന്നു. പുള്ളിശ്വര ശലഭം ഇതിൻ്റെ ഇലകളിൽ ധാരാളമായിട്ട് മുട്ടയിട്ട് കാണാറുണ്ട്. കണ്ണീർ പുല്ല് എന്നറിയപ്പെടുന്ന ഈ ചെടി, ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. ഈ കോയിറ്റ്സ് ലാക്രിമ-ജോബി രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ജോബിൻ്റെ കണ്ണുനീർ ചെടി എന്നും മറ്റൊന്ന് ഇയോബിൻ്റെ കണ്ണുനീർ ചെടി എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് വിധത്തിലാണ് ഉള്ളത്. അതിൽ നമ്മൾ പൂന്തോട്ടങ്ങളിലൊക്കെ ധാരാളമായിട്ട് വളർത്തി വരുന്നത് ഈ ജോബിൻ്റെ കണ്ണുനീർ ചെടിയാണ്. ഇത് ബാർലിയുടെ ചെടിയായിട്ട് നമുക്ക് സാമ്യം തോന്നും ഈ ചെടിയോട്. ചൈനീസ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് പേഴ്സ് ചൈനീസ് ബാർലി എന്നുള്ള പേരിലാണിത് അറിയപ്പെട്ടു വരുന്നത്. ജോബിൻ്റെ കണ്ണുനീരിൽ ധാരാളമായിട്ട് അന്നജടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ സൂപ്പ്, കഞ്ഞി, മൈദ, പേസ്ട്രി എന്നിവയിലൊക്കെ നമ്മൾ ചേരുകയായിട്ട് ഈ ജോബിൻ്റെ കണ്ണുനീർ ചെടിയുടെ വിത്തുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതിൻ്റെ വിത്ത് ഉപയോഗിച്ച് പൊടിച്ചിട്ടാണ് നമ്മൾ പേസ്ട്രി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ അന്നജം വേർതിരിച്ചെടുക്കാനായിട്ട് രണ്ട് രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആൽക്കലൈൻ സ്റ്റീപ്പിംഗ് രീതിയും ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി മൈക്രോബയൽ ഏജൻറ്റുമായ സോഡിയം മെറ്റാബിസൾഫേറ്റ് ഉപയോഗിച്ചിട്ട് കുതിർക്കണ രീതിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ഉള്ള മരുന്നുകളിൽ ഇത് നമ്മൾ ചേർത്ത് വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ വേരുകൾ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഇതിൻ്റെ വേരുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ രോഗശയ്യയിലായവർക്ക് ഉള്ള ഭക്ഷണത്തിൽ ഇതിൻ്റെ കുരു നമ്മൾ പേസ്ട്രി ആക്കിയിട്ട് ഉപയോഗിക്കും. കൂടാതെ ജോബിൻ്റെ കണ്ണുനീർ ചെടിയിൽ പ്രോട്ടീനും ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇയോബിൻ്റെ കണ്ണുനീർ ചെടി എടുത്താൽ അതിൽ ധാരാളമായിട്ട് കാൽസ്യം, സിങ്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇയോബിൻ്റെ കണ്ണുനീർ ചെടി. അപ്പുറമാണ് മറ്റൊരു കാര്യം, അതായത് ഇതിൻ്റെ വിത്തുകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ചാര കളറ്, ഒരു നീല കളറിലേക്കൊക്കെ പോകും. അതിൻ്റെ അറ്റം ഞെട്ടിയിട്ടിലുണ്ടായിരിക്കും, മറ്റേ അറ്റത്ത് ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഇതിലൂടെ നൂല് കോർത്ത് നല്ല മാലയായി നമ്മൾക്ക് അണിയാൻ സാധിക്കും. അതായത് മാല, കമ്മൽ, വളകൾ, അങ്ങനെയുള്ള ആഭരണങ്ങൾ, ഒരു കാലത്തും നിറം പോകാത്ത നല്ല പ്രകൃതിദത്തമായ ആഭരണങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഈ വിത്തുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നു. നമ്മളൊക്കെ അത് അണിഞ്ഞിട്ടുള്ളവരായിരിക്കില്ലേ? ഞാനൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ. ഇനി അത് മാത്രമല്ല കേട്ടോ, ജപമാല, ജപിക്കാനുള്ള മാല, കൊന്തമാല, അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ വഴി ഇഴകിച്ചേർന്ന് പോകുന്ന വിത്തുകളിൽ അല്ലെങ്കിൽ കായകളിൽ ഒന്നാണ് നമ്മുടെ ഈ കണ്ണീർ പുല്ല് അല്ലെങ്കിൽ ജോബിൻ്റെ കണ്ണീർ ചെടി അല്ലെങ്കിൽ പൂച്ചക്കുരു. അപ്പോൾ എത്ര വിശേഷങ്ങളാണ് ഈ കുഞ്ഞു പൂച്ചക്കുരുവിന് അല്ലേ? നമ്മളോട് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട് അതിന്. പഴയ കാലം മുതൽ ഈ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ കുട്ടികളെ പലരും ഇത് കാണുന്നില്ല അല്ലേ? ഗതകാല സ്മരണകൾ നമ്മൾക്ക് കൈമുതലായിരുന്ന പലതിനെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കാലത്തിൻ്റെ സ്മരണകളിൽ അന്യം നിന്ന് പോയ ചെടികളിൽ ഒന്നാണ് നമ്മുടെ പൂച്ചക്കുരു. അപ്പോൾ നമ്മുടെ കുട്ടികളും ഈ പൂച്ചക്കുരുവിനെ അറിയട്ടെ, സ്നേഹിക്കട്ടെ. അവരും ഈ പൂച്ചക്കുരു കൊണ്ടുള്ള മാലകളും വളകളും അണിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കട്ടെ. ഓരോ ചെടിയും ഒരുപാട് കഥകൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം അനുഗ്രഹിച്ച് തന്നിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ വേണം അത് നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാനും ഇവരെയൊക്കെ സംരക്ഷിക്കാനും.
നമുക്കും ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാകാം. കൂടാതെ എന്നിലേക്ക് ഞാൻ ഓരോ ചെടികളെ ഇതുപോലുള്ള ഔഷധ സസ്യങ്ങളെ പറ്റിയും അന്യം നിന്ന് പോകുന്ന സസ്യങ്ങളെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിലേക്ക് ഈ അറിവുകൾ എത്തിച്ചു തരുന്ന ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ അറിവുകളുമായി നിങ്ങളുടെ മുന്നിലെത്താൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം, അനുഗ്രഹം വേണം. കൂടാതെ സാധിക്കുന്നവർ വൃന്ദാവനം കാണാനായിട്ട് വരികയും വേണം. മറ്റൊരു ഔഷധ സസ്യം അല്ലെങ്കിൽ അലങ്കാര സസ്യവുമായിട്ട് ഞാൻ വീണ്ടും വരാം. നമസ്കാരം.